നൊക്ടേണൽ പാനിക് അറ്റാക്ക്. എൻ്റെ ഒരു ക്ലയൻറ്റ് രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചാടി എണീറ്റ് ശ്വാസം കിട്ടുന്നില്ല എന്നുള്ള പേടി കാരണം ഞാനിപ്പം മരിച്ചു എന്നുള്ളൊരു ഫീല് വന്ന് ചാടി എണീറ്റ് ജനലൊക്കെ തുറന്നിട്ടിട്ട് ജനലിൻ്റെ കമ്പിയിലൊക്കെ പിടിച്ച് ഇന്നിങ്ങനെ ഭയങ്കരമായിട്ട് ബ്രീത്തിങ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായതായിട്ട് പറഞ്ഞു. രാത്രി ഉറങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള പേടി ഉണ്ടായിട്ട് നമ്മൾ ഉണർന്ന് ചാടി എണീറ്റ് നമുക്കെന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ളൊരു ഫീലുണ്ടായി, ഹാർട്ട് ബീറ്റ് കൂടി വേർത്ത് അങ്ങനെയൊക്കെ എണീക്കുന്ന ഒരു ഫീച്ചറിനെയാണ് നൊക്ടേണൽ പാനിക് അറ്റാക്ക് എന്ന് പറയും. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് പാനിക് അറ്റാക്കിൽ ഉണ്ടാകുന്ന അതേ സിംറ്റംസ് നമുക്ക് ഉണ്ടാവും, പക്ഷേ ഇത് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് എണീറ്റിട്ടായിരിക്കും ആ സിംറ്റംസ് ഉണ്ടാവുന്നത്. നല്ല ഉറക്കത്തിൽ അത് യൂഷ്വലി നമ്മൾ ഉറക്കത്തിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേജിലാണ് കൂടുതലും ഈ ഒരു നൊക്ടേണൽ പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നത്. നൊക്ടേണൽ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നതും നൈറ്റ് ടെറേഴ്സ് എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആണ്. നൈറ്റ് ടെറേഴ്സ് എന്ന് പറയുന്നത് രാത്രി നമ്മൾ പേടിയുള്ള സ്വപ്നം കണ്ടിട്ട് നമ്മൾ നിലവിളിക്കുകയോ അല്ലെങ്കിൽ ബഹളം വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് നൈറ്റ് ടെറേഴ്സ് എന്ന് പറയുന്നത്. അത് യൂഷ്വലി നമ്മളുടെ കോൺഷ്യസ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കത്തില്ല. നമുക്ക് ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ അത് ഓർമ്മ പോലും ഉണ്ടാവില്ല, മറ്റുള്ളവരായിരിക്കും നമ്മളോട് പറയുന്നത്. നൊക്ടേണൽ പാനിക് അറ്റാക്കിൽ നമ്മൾ ചാടി എണീക്കും, നമ്മൾ അവെയർനെസ്സിലേക്ക് വരും, സ്ലീപ്പിൽ നിന്ന് അവെയർനെസ്സിലേക്ക് വരും, നമുക്ക് അന്നേരം എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഫീലുണ്ടായി നമ്മൾ വീണ്ടും പേടിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. പാനിക് ഡിസോർഡർ, ആൻസൈറ്റി അറ്റാക്ക്, പാനിക് അറ്റാക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണ് നൊക്ടേണൽ പാനിക് അറ്റാക്ക് കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. നേരത്തെ പാനിക് അറ്റാക്കിൽ നമ്മൾ മാനേജ് ചെയ്യുന്ന പ്രോസസ്സ് പറഞ്ഞതുപോലെ പല റിലാക്സേഷൻ എക്സസൈസുകളും മെഡിസിൻസും ഉപയോഗിച്ച് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.